അപ്പോൾ രണ്ടാമത്തെ എക്സ്പാൻഷനിലേക്ക് പോവാണ്. ലീനിയർ എക്സ്പാൻഷൻ പറഞ്ഞു, അത് ലെങ്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 3 തരത്തിലുള്ള എക്സ്പാൻഷൻ ആണുള്ളത്. ഒന്ന് ലീനിയർ, 2 സൂപ്പർഫിഷ്യൽ, 3 ക്യൂബിക്കൽ. രണ്ടാമത്തെ സൂപ്പർഫിഷ്യലിലേക്ക് പോകുന്നു. നേരത്തെ പറഞ്ഞ അതുപോലെ അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്കിപ്പോൾ എഴുതി പോകാൻ പറ്റും. ഇപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ പറഞ്ഞപ്പോൾ ലെങ്തിലുണ്ടാകുന്ന ചേഞ്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഒറിജിനൽ ലെങ്തും, 2 റൈസ് ഓഫ് ടെമ്പറേച്ചർ. അതുപോലെ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ആകുമ്പോഴത്തേക്ക് ചേഞ്ച് വരുന്നതില്ല. സൂപ്പർഫിഷ്യൽ ആകുമ്പോൾ ചേഞ്ച് സംഭവിക്കുന്നത് ഏരിയയിലാണ്. ഏരിയയിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു സ്ക്വയർ പ്ലേറ്റിനെ അല്ലെങ്കിൽ പ്ലേറ്റിനെ നിങ്ങൾ ചൂടാക്കുമ്പോഴത്തേക്ക് ലെങ്തും ബ്രെഡ്ത്തും ചേഞ്ച് ഉണ്ടാകും. ലെങ്തിലും ബ്രെഡ്ത്തിലും ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ അവന്റെ ഏരിയക്ക് ചേഞ്ച് ഉണ്ടായി. അപ്പൊ ഏരിയക്ക് ചേഞ്ച് ഉണ്ടായി. അതുകൊണ്ട് ആ എക്സ്പാൻഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏരിയ ചേഞ്ച് ഡെൽറ്റ എ എന്ന് സങ്കല്പിച്ചാൽ ആ ഡെൽറ്റ എയും ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സിനെ തന്നെയാണ്. നേരത്തെ ലെങ്ത് ആരൊക്കെയായിരുന്നു? ഒറിജിനൽ ലെങ്തും റൈസ് ഓഫ് ടെമ്പറേച്ചറും. അതുപോലെ ഡെൽറ്റ എ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, ഒറിജിനൽ ഏരിയ. അപ്പൊ ഏരിയ കൂടുതലാണെങ്കിൽ എക്സ്പാൻഷൻ റേറ്റ് കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഡെൽറ്റ എ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൈസ് ഓഫ് ടെമ്പറേച്ചർ ഡെൽറ്റ ടി ആണ്. അപ്പൊ ഡെൽറ്റ എ പ്രൊപ്പോർഷണൽ ടു എ എന്ന് എഴുതാം, ഡെൽറ്റ എ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പൊ 2 കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കോ ഡെൽറ്റ എ പ്രൊപ്പോർഷണൽ ടു എ ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പൊ ഡെൽറ്റ എ ഈക്വൽ ടു ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം. പ്രൊപ്പോർഷണൽ മാറാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു. ആ കോൺസ്റ്റന്റ് നേരത്തെ ആൽഫ കൊടുത്തു, ഇപ്പൊ ബീറ്റ എ ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പൊ ബീറ്റ വിളിക്കുന്ന പേര് എന്തായിരിക്കും? ആൽഫ വിളിച്ച പേര് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണെങ്കിൽ ബീറ്റ വിളിക്കുന്ന പേര് കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻസിവിറ്റി. അപ്പൊ ബീറ്റ ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. അപ്പൊ ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ബീറ്റ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡെൽറ്റ എ ഡിവൈഡ് ബൈ എ ഡെൽറ്റ ടി എന്ന് എഴുതാം. നേരത്തെ ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി വന്നു. ഇപ്പോ ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി. ഇത് ഡിഫൈൻ ചെയ്യാം. ഇഫ് ഡെൽറ്റ ടി ഈക്വൽ ടു 1 എന്ന് എഴുതിയാൽ ഡെൽറ്റ ടി ഈക്വൽ ടു 1 ആണെങ്കിൽ ബീറ്റ ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ എഴുതിക്കൂടെ? അപ്പൊ ചേഞ്ച് ഇൻ ഏരിയയുടെയും ഒറിജിനൽ ഏരിയയുടെയും റേഷ്യോ ആണ്. ചേഞ്ച് ഇൻ ഏരിയയുടെയും ഒറിജിനൽ ഏരിയയുടെ റേഷ്യോ ആണ് ബീറ്റ കോഎഫിഷ്യന്റ് ഓഫ് എപ്പോഴും ഫോർ 1 ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ. അതായത് നിങ്ങൾ എടുക്കുന്ന പ്ലേറ്റ്, സ്ക്വയർ പ്ലേറ്റ് അല്ലെ പ്ലേറ്റിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ഉണ്ടാകുമ്പോൾ ആ റൈസിന്റെ ഫലമായിട്ടുണ്ടായ ചേഞ്ച് ഇൻ ഏരിയയുടെയും ഒറിജിനൽ ഏരിയയുടെയും റേഷ്യോ വിളിക്കുന്ന പേരാണ് ബീറ്റ. ബീറ്റ ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻസിവിറ്റി. അപ്പൊ ബീറ്റ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഏരിയ ടു ഒറിജിനൽ ഏരിയ ഫോർ 1 ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഇനി 2 ലെങ്തുകളെ നിങ്ങൾ റിലേറ്റ് ഇക്വേഷൻ ചെയ്ത് L=L0 into 1 plus alpha t എഴുതിയ വിധം അറിയാമല്ലോ. അതുപോലെ ഏരിയ റിലേഷൻ എഴുതാൻ പറ്റും. എ എന്ന് പറയുന്ന ഏരിയ A0 into 1 plus beta t ആയിരിക്കും. L0 ഒറിജിനൽ ലെങ്ത്, A0 ഒറിജിനൽ ഏരിയ. L ടെമ്പറേച്ചർ മാറിന് ശേഷമുള്ള ലെങ്ത് ആണെങ്കിൽ ഇവിടെ എ എന്നുള്ള ടെമ്പറേച്ചർ മാറിന് ശേഷമുള്ള ഏരിയ. അപ്പൊ A0 into 1 plus beta t എന്ന് എഴുതാം. അപ്പൊ രണ്ട് ഏരിയയെ റിലേറ്റ് ചെയ്യുന്ന അപ്പൊ A0 എന്ന് പറയുന്ന ഏരിയ 0 ഡിഗ്രി സെൽഷ്യസിലും A ഏരിയ T ഡിഗ്രിയിലുമാണെങ്കിൽ A0 into 1 plus beta t എഴുതാം. ക്ലിയർ ആയോ? അതാണ് ബീറ്റ. ഇനി 2 ഏരിയ 2 ടെമ്പറേച്ചർ ആണെങ്കിലോ L1 ലെങ്ത് L2 ലെങ്ത് T1 T2 ആയിരുന്നെങ്കിൽ ആൽഫ എഴുതിയില്ലേ?
അതുപോലെ ബീറ്റ എഴുതാം. ബീറ്റ is equal to a2 minus a1 by a1 t2 minus a2 t1 എഴുതാം. ഇതൊക്കെ പ്രോബ്ലം ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രോബ്ലം സെക്ഷനിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്ന ഈ പാർട്ടാണത്. 2 ഏരിയയും 2 ടെമ്പറേച്ചർ തന്നേക്കും. 2 ഏരിയയും 2 ടെമ്പറേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിന്ന് പിന്നെ ബീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ a2 minus a1 by a1 t2 minus a2 t1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ഇതുപോലെ ക്യൂബിക്കലും പറയാം. ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയാൻ പറ്റും. ലീനിയർ ആയപ്പോഴത്തേക്ക് ലെങ്ത്, സൂപ്പർഫിഷ്യൽ ഏരിയ, അപ്പൊ ക്യൂബിക്കൽ വോളിയം അല്ലേ. അപ്പൊ വോളിയം ചെയ്ത് ഡെൽറ്റ വി എടുക്കണമെങ്കിലോ ആ ഡെൽറ്റ വി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ ഇരിക്കും? ആ ഡെൽറ്റ വി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് ഒറിജിനൽ വോളിയം, 2 റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഒറിജിനൽ ലെങ്ത്, റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഒറിജിനൽ ഏരിയ, റൈസ് ഓഫ് ടെമ്പറേച്ചർ. അതിൽ ഒറിജിനൽ വോളിയം, റൈസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ എന്തിലും ഏതിലും റൈസ് ഓഫ് ടെമ്പറേച്ചർ കമ്പൽസറി ആണ്, ഒറിജിനൽ ഡയമെൻഷൻ കമ്പൽസറി. അപ്പൊ ഒറിജിനൽ വോളിയം, അപ്പൊ ഡെൽറ്റ വി is equal to ഡെൽറ്റ വി is equal to ഗാമ വി ഡെൽറ്റ ടി കൂടെ ആൽഫയായി ബീറ്റയായി ഗാമയായി. അപ്പൊ ഗാമ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഗാമ is called coefficient of cubical expansion. ഗാമ is called coefficient of cubical expansion. അല്ലെങ്കിൽ ക്യൂബിക്കൽ എക്സ്പാൻസിവിറ്റി എന്ന് വിളിക്കും. ക്യൂബിക്കൽ എക്സ്പാൻസിവിറ്റി. അപ്പൊ ഗാമ is called coefficient of cubical expansivity. ഓക്കെ, ഗാമ ഡിഫൈൻ ചെയ്യാം. ഗാമ is equal to ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി എഴുതാം. ഡെൽറ്റ ടി 1 കൊടുക്കുകയാണെങ്കിൽ ഗാമ is equal to ഡെൽറ്റ വി ബൈ വി എഴുതാം. അതായത് ചേഞ്ച് ഇൻ വോളിയത്തിന്റെയും ഒറിജിനൽ വോളിയത്തിന്റെയും റേഷ്യോ ആണ്. ചേഞ്ച് ഇൻ വോളിയത്തിന്റെയും ഒറിജിനൽ വോളിയത്തിന്റെ റേഷ്യോ ആണ് ഗാമ എന്ന് പറയുന്നത് ഡെൽറ്റ വി ഫോർ 1 ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ. ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ റൈസ് ടു -1 അല്ലെങ്കിൽ സെൽഷ്യസ് റൈസ് ടു -1 തന്നെയാണ്. കാരണം ഡെൽറ്റ വി വോളിയം, ബി വോളിയം ക്യാൻസൽ ആയി പോയാൽ ബാക്കി ആര് മാത്രമേ ഉള്ളൂ? ടെമ്പറേച്ചറിന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ഇനി 2 വോളിയം റിലേഷൻ എന്താ? വി is equal to v0 into 1 plus ഗാമ ടി കൂടെ L is equal to L0 into 1 plus ആൽഫ ടി ചെയ്തതുപോലെ A is equal to A0 into 1 plus beta t ചെയ്തതുപോലെ V is equal to V0 into 1 plus gamma t എഴുതാം. അപ്പോൾ 2 വോളിയത്തെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. V0 എന്ന് പറയുന്ന ഒറിജിനൽ വോളിയത്തെയും V എന്ന് പറയുന്ന ഫൈനൽ വോളിയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ആണ് V is equal to V0 into 1 plus gamma t എന്ന് പറയുന്നത്. ഈ 2 വോളിയം 2 ടെമ്പറേച്ചർ ആണെങ്കിലോ V1 വോളിയം T1 ടെമ്പറേച്ചറിൽ V2 വോളിയം T2 ടെമ്പറേച്ചർ ആണെങ്കിൽ ഗാമ എങ്ങനെ എഴുതാം? ഗാമ is equal to V1 minus V2 by V2 T1 minus V1 T2 എന്ന് എഴുതാം. V1 minus V2 by V2 T1 minus V1 T2 എന്ന് എഴുതാൻ പറ്റും. അതാണ് ഗാമയുടെ പ്രത്യേകത. ആൽഫ, ബീറ്റ, ഗാമ. അപ്പൊ 3 കോൺസ്റ്റന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആൽഫയും ബീറ്റയും ഗാമയും. ലീനിയർ എക്സ്പാൻസിവിറ്റി, സൂപ്പർഫിഷ്യൽ എക്സ്പാൻസിവിറ്റി ആൻഡ് ക്യൂബിക്കൽ എക്സ്പാൻസിവിറ്റി, ഇങ്ങനെ 3 കോൺസെപ്റ്റ്സ് ഡിഫൈൻ ചെയ്തു. ഇവ തമ്മിലൊരു ബന്ധമാണ്. റിലേഷൻ ബിറ്റ്വീൻ ആൽഫ, ബീറ്റ, ഗാമ ചോദിച്ചു കഴിഞ്ഞാൽ ഗാമ is equal to 3 times ആൽഫയാണ്. ഗാമ ആൽഫ റിലേഷൻ ഗാമ is equal to 3 ആൽഫ. ബീറ്റയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ ബീറ്റ is equal to 2 ആൽഫയാണ്. അപ്പൊ ഗാമ ഈക്വൽ ടു 3 ആൽഫ, ബീറ്റ ഈക്വൽ ടു 2 ആൽഫ. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് എഴുതുകയാണെങ്കിൽ ആൽഫ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ ആൽഫ, ബീറ്റ, ഗാമ റേഷ്യോ എത്രയായിരിക്കും? ആൽഫ, ബീറ്റ 2 ആൽഫ, ഗാമ 3 ആൽഫ. എങ്കിൽ ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈസ് 1:2:3. അപ്പൊ റിലേഷൻ ആൽഫ, ബീറ്റ, ഗാമ എഴുതാമല്ലോ. അല്ലെങ്കിൽ എഴുതാം ആൽഫ is equal to ഇവിടുന്ന് ബീറ്റ ബൈ 2 കൂടെ. ബീറ്റ 2 ആൽഫ ആണെങ്കിൽ ബീറ്റ ഈക്വൽ ടു 2 ആൽഫ ആണെങ്കിൽ ആൽഫ is equal to ബീറ്റ ബൈ 2. ഇതാണ് ബീറ്റ ബൈ 2. ഇതിൽ നിന്ന് ആൽഫ is equal to ഗാമ is equal to 3 ആൽഫ ആണെങ്കിൽ ഗാമ 3 ആൽഫ ആണെങ്കിൽ ആൽഫ is equal to ഗാമ ബൈ 3. ഇത് കൂടെ
എഴുതാമോ? എഴുതാം. അങ്ങനെയെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു ഗാമ ബൈ 3 എന്ന് എഴുതാം. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു ഗാമ ബൈ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ റിലേഷൻ ആയി. ഓക്കെ, ആൽഫ ബീറ്റ ഗാമ റിലേഷൻ ആയി. ഇനി നോക്കാം, വോളിയം ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്താൽ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? വോളിയം കൂടിയാൽ മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. വോളിയം കൂടുന്നു, ഡെൻസിറ്റി കുറയത്തില്ലേ? അപ്പൊ ഡെൻസിറ്റി വേരിയേഷൻ കാണിക്കുന്ന ഇക്വേഷൻ എഴുതാൻ പറ്റും. വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി വിത്ത് ടെമ്പറേച്ചർ ചോദിച്ചാൽ, വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി വിത്ത് ടെമ്പറേച്ചർ ചോദിച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും? V is equal to V0 into 1 plus gamma T അല്ലേ? V is equal to V0 into 1 plus gamma T. സംശയമില്ല. വോളിയത്തിന് പകരം മാസ് ബൈ ഡെൻസിറ്റി എഴുതുന്നു. കാരണം ഡെൻസിറ്റി is equal to മാസ് ബൈ വോളിയം അല്ലേ? അപ്പോൾ വോളിയം is equal to മാസ് ബൈ ഡെൻസിറ്റി. അപ്പോൾ m by rho. m by rho equal to V0 ക്ക് പകരം m by rho 0 into 1 plus gamma T എന്ന് എഴുതി. സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയേ ഉള്ളൂ? വോളിയത്തിന് പകരം ഞാൻ എന്ത് ചെയ്തു? മാസ് ബൈ ഡെൻസിറ്റി. വോളിയത്തിന് മാസ് ആവുമ്പോൾ m by rho is equal to m by rho 0 into 1 plus gamma T. m നമ്മൾ ക്യാൻസൽ ആയി പോയി. ലെഫ്റ്റ് സൈഡിൽ m, റൈറ്റ് സൈഡിൽ m ക്യാൻസൽ ആയി പോയി. ബാക്കി 1 by rho equal to 1 by rho 0 into 1 plus gamma T. തിരിച്ചിടാം. അപ്പോൾ rho is equal to rho 0 by 1 plus gamma T. അപ്പോൾ rho is equal to rho 0 by 1 plus gamma T. ഇനി പറ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ as the temperature increases, denominator increases. Denominator കൂടി കഴിഞ്ഞാലോ rho കുറയത്തില്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി വിത്ത് ടെമ്പറേച്ചർ ചോദിച്ചാൽ എഴുതിക്കോളൂ. ഓക്കെ.